ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു വ്ളോഗിങ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഞങ്ങൾ എൻ്റെ അടുത്തുള്ളത് തന്നെ ഞങ്ങൾ കൊല്ലത്ത് നിന്ന് നമ്മൾ താമസിക്കുന്നത്. ചൂട് അസഹനീയമാണ്. അപ്പോൾ ഒരു വയനാട് ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്തു. പ്രശസ്തമായ നമ്മൾ താമരശ്ശേരി ചുരം കയറാൻ പോവുകയാണ്. അപ്പം പ്രേക്ഷകരെല്ലാം നമ്മളെ കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം തുടങ്ങാം. ഇതാതില്ലേ അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് അടിവാരത്ത് നിന്ന് തുടങ്ങുന്ന 12 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ വഴിയിൽ കഠിനമായ 9 ഹെയർപിൻ വളവുകളാണുള്ളത്. ഈ പാത അവസാനിക്കുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയിലാണ്. അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 2625 അടി മുകളിലെത്തിയിട്ടുണ്ടാവും. 9ാമത്തെ ഹെയർപിൻ വളവിലെ വ്യൂ പോയിന്റിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ കോഴിക്കോട് ജില്ലയിലെ മൊത്തത്തിലുള്ള ആകാശ ദൃശ്യം കാണാനാകും. പാതയ്ക്ക് ഇരുവശങ്ങളിലുമുള്ള ഇടതൂർന്ന വനം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. കുതിര സവാരി ചെയ്ത് വയനാട്ടിലെത്താൻ പാകത്തിൽ നിർമ്മിച്ച ഈ പാത പിൽക്കാലത്ത് വാഹന ഗതാഗതത്തിനുള്ള പാതയായി മാറുകയായിരുന്നു. താമരശ്ശേരി ചുരം റോഡ് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷ് എഞ്ചിനീയർക്ക് ഈ വഴി കാണിച്ചു കൊടുത്തത് തദ്ദേശീയരായ ആദിവാസികളായിരുന്നു. വഴി കാണിച്ചു കൊടുത്ത കരിന്തണ്ടൻ എന്ന ആദിവാസിയെ ഈ കണ്ടുപിടുത്തത്തിൻ്റെ ഖ്യാതി സ്വന്തമാക്കുവാൻ ബ്രിട്ടീഷ് എഞ്ചിനീയർ കൊന്നുകളഞ്ഞു എന്ന് പറയപ്പെടുന്നു.
ഈ ആദിവാസിയുടെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ചങ്ങലമരം വയനാട്ടിലെ ലക്കിടിയിൽ സ്ഥിതി ചെയ്യുന്നു. വൈകുന്നേരങ്ങളിൽ കോട ഇറങ്ങിയാൽ പിന്നെ അടുത്തുള്ള കാഴ്ച തന്നെ കാണാൻ ബുദ്ധിമുട്ടാണ്. അത്ര പരിചയം പോരാത്തവർ ആദ്യമായി പോകുമ്പോൾ അധികം ഇരുട്ടാവാതെ നോക്കുന്നതാണ് നല്ലത്. വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളായ മുത്തങ്ങ, ബന്ദിപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയും ചുരം കടന്നു പോകുന്നു. കർണാടകയിലെ ചാമരാജ്നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ബന്ദിപ്പൂർ. നീലഗിരി ബയോസ്ഫിയർ റിസർവിൽപ്പെട്ട ഇതിനെ പ്രോജക്ട് ടൈഗറിന് കീഴിൽ കടുവ സംരക്ഷണ കേന്ദ്രം എന്ന നിലയിൽ 1974 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രം, മുതുമല വന്യജീവി സംരക്ഷണ കേന്ദ്രം, നാഗർഹോളെ വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നിവയും അടുത്തു തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി സഞ്ചാരികൾ ഈ വഴി കടന്നുപോകുന്നു. എന്നാൽ കർണാടക വനമേഖലയിൽ ചുരത്തിലൂടെയുള്ള യാത്രയ്ക്ക് രാത്രി നിരോധനമുണ്ട്. ഇതുമൂലം യാത്രക്കാർക്ക് നിരവധി ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട്. അപകടകരമായ 9 ഹെയർപിൻ വളവുകളാണ് 12 കിലോമീറ്ററോളം നീളമുള്ള ഈ റോഡിലുള്ളത്. നല്ല വൈദഗ്ധ്യമുണ്ടെങ്കിൽ മാത്രമേ എതിരെ വരുന്ന വാഹനങ്ങളെ തട്ടാതെ ഡ്രൈവ് ചെയ്ത് പോകാനാകൂ. ചരിത്രവും കെട്ടുകഥകളും കാനന ഭംഗിയും ഒത്തിണങ്ങിയ വയനാടൻ ചുരം സഞ്ചാരികളെ വളരെയധികം കൊതിപ്പിക്കുന്ന പാതയാണ്. ഇടയ്ക്ക് കോടമഞ്ഞിറങ്ങി വന്ന് ഭൂമിയെ തഴുകുന്ന കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ തീപ്പെട്ടിക്കൂടിൻ്റെ വലുപ്പത്തിൽ വാഹനങ്ങളും, താഴെ നിന്ന് നോക്കിയാൽ ഇടതൂർന്ന മലനിരകളും, ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കോടമഞ്ഞും, മതിവരാത്ത കാനന കാഴ്ചകളും സഞ്ചാരികളുടെ കണ്ണുകൾക്ക് ആനന്ദമാണ്. സമയം ചിലവഴിക്കാൻ കുട്ടിക്കുരങ്ങന്മാർ റെഡി. ഭക്ഷണം നൽകുകയാണെങ്കിൽ ഫോട്ടോയ്ക്ക് പോസ് തരികയും ചെയ്യും. നല്ല തണുപ്പും മതിവരാത്ത കാനന കാഴ്ചകളും എന്നും സഞ്ചാരികൾക്ക് ഒരു വിസ്മയമാണ് ഈ കാനനപാത. ചുരം കയറി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊരു വീഡിയോ ഫുള്ളായിട്ടങ്ങ് ഇടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വയനാട് വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴത്തേക്ക് ബൈ ബൈ.